വ്യൂവേഴ്സ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഗൺ SSLC ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ മലയാള സെക്കൻഡ് എക്സാം ആണ്. അടിസ്ഥാന പാഠാവലി നമുക്ക് തകർത്തെഴുതി മുഴുവൻ മാർക്കും വാങ്ങേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണ് ഇന്നലത്തെ ലൈവിലും അതുപോലെ തന്നെ നമ്മുടെ ജിതിൻ സാറ് ലൈവിലും എല്ലാവരും അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ പത്രനീതിയുടെ ഒക്കെ എന്താണ് ഒരു ചെറിയ കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് വേണം, അത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാലോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങൾ അങ്ങ് സാധിച്ചു തരും അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ, ഈ ഒരു കണ്ടന്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പാഠത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമില്ലേ? എന്നാൽ സംശയം ഒന്നും വേണ്ട പിള്ളേരെ, വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഇത്, ശ്രീനാരായണ ഗുരു. ഇതിൽ എന്താ പറയുന്നത്? നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഒരുപാട് നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് മറ്റ് സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്നതുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, നമ്മുടെ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ കുറെ എന്താണ് നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. അവരെ പോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ഇപ്പോ ദയാനന്ദ സരസ്വതികൾ അല്ലെ, അങ്ങനെ എന്താ പറയാ ഒരുപാട് ആളുകളെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവരെ പോലെ തന്നെയായിരുന്നു നമ്മുടെ ചട്ടമ്പി സ്വാമി, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സന്യാസി വര്യന്മാരെ പോലെ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നത്. പക്ഷെ അവരിൽ നിന്നും ശ്രീനാരായണ ഗുരു വ്യത്യസ്തമാകുന്നത് അല്ലെ, ആ സന്യാസിമാരൊക്കെ എന്താണ് അവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരായിരുന്നു. അതുപോലെ തന്നെ അവർ എഴുത്തുകളിൽ കൂടെ മാത്രമായിരുന്നു അല്ലെ, സംഭാഷണത്തിലൂടെ പ്രഭാഷണത്തിലൂടെ മാത്രമായിരുന്നു നവോത്ഥാന പരിപാടികൾക്ക് എന്താണ് അവർ ആക്കം കുറിച്ചത്. എന്നാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു എങ്ങനെയാണടാ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അദ്ദേഹം തന്റെ മോക്ഷത്തോടൊപ്പം തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അതാണ് പ്രധാനപ്പെട്ടത്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിലെ അധകൃത വർഗോദാരണം, താഴേക്കിടയിലുള്ള ജനങ്ങളെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. താഴേക്കിടയിലുള്ള ആളുകളുടെ അല്ലെ, ആളുകൾക്ക് എന്താണ് ജാതിപരമായ വേർതിരിവ് അക്കാലത്തുണ്ടായിരുന്നു. ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല, അമ്പലങ്ങളിൽ പോകാൻ പറ്റിയിരുന്നില്ല അല്ലെ, അവർക്ക് ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തില് താഴ്ന്ന ജാതിക്കാരെ അവഗണിച്ചിരുന്നു. ആ അവഗണിച്ചവരെ പരിഗണിക്കാനുള്ള പരിപാടികളായിരുന്നു ആര് ചെയ്തത്? നമ്മുടെ ശ്രീനാരായണ ഗുരു ചെയ്തത്. ആ പരിപാടികളെ കുറിച്ചും അല്ലെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ, ആദർശങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു മറ്റ് സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്ന് ചോദിച്ചാൽ പറയണം, ശ്രീനാരായണ ഗുരു തന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് തന്റെ സന്യാസ ജീവിതം മാത്രമായിരുന്നില്ല നയിച്ചിരുന്നത്, ലൗകിക ജീവിതത്തിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരെ ഉദ്ധരിപ്പിക്കാനുള്ള പ്രവർത്തനം ചെയ്തു. അതിനുള്ള ഉദാഹരണം ഒന്ന് പറഞ്ഞുതരാം. ഉദാഹരണം എന്ന് വെച്ചാൽ ആദ്യം എന്താണ്, ഈ ജാതിപരമായിട്ട് വേർതിരിവ് ഉണ്ടായിരുന്ന കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലങ്ങളിൽ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്താണ് അവർക്ക് വേണ്ടിയിട്ട് അല്ലെ ഇവിടെ അരുവിപ്പുറത്ത് നിന്നൊരു കല്ല് പ്രതിഷ്ഠിച്ചു അല്ലെ. അപ്പൊ അവരോട് പറഞ്ഞത് ഈഴവ ശിവനെയാണ് ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞ് അവർക്ക് എന്താണ് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് ആരാധനാലയങ്ങളല്ല വേണ്ടത്, വിദ്യാലയങ്ങളാണ് അല്ലെ, അവർക്ക് പഠിക്കാനുള്ള പാഠശാലകളാണ് വേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് എന്താണ് പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ SNDP പോലുള്ള എന്താണ് ഒരു സംഘടന അദ്ദേഹം രൂപീകരിച്ചു അല്ലെ, ഒരു സമിതി അദ്ദേഹം രൂപീകരിച്ചു. പിന്നീടാണ് അദ്ദേഹം എന്താണ് ഈ കല്ലിന് പകരം അല്ലെ, അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച കല്ലിന് പകരം അദ്ദേഹം അവിടെ എന്ത് പ്രതിഷ്ഠിക്കുന്നു? കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു അല്ലെ. നമ്മുടെ ഉള്ളിലാണ് ദൈവം, നമ്മളാണ് ബാക്കിയുള്ളവരെ എന്താണ് ബാക്കിയുള്ളവരിലേക്ക് നന്മ എത്തിക്കേണ്ടത് എന്നുള്ള ഒരു ആഹ്വാനം അദ്ദേഹം ആ ഒരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ നൽകി. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ്, എല്ലാ മതത്തിലും അല്ലെ, പല ജാതികളിൽ പറയുന്ന, പല മതങ്ങളിൽ പറയുന്ന ആശയം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലെ. അതെന്താണ്? അത് ദൈവം എന്ന് പറയുന്നത് ഒന്നാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത്. ശ്രീനാരായണ ഗുരു എന്താണ്, ആരായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠമാണ് ശ്രീനാരായണ ഗുരു. ഇനി ഇതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്, 4 മാർക്കിന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾ എങ്ങനെ എസ്സേ എഴുതും? എങ്ങനെ എഴുതടാ? ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ കുറിച്ചാണ് ഇവിടെ വിലയിരുത്തുന്നത്. നവയുഗത്തിലെ ധർമ്മസ്ഥാപനത്തിനുള്ള മുഖ്യ മാർഗമായിട്ട് അല്ലെ, നമുക്കൊരു ധർമ്മം
അല്ലെങ്കിൽ ഒരു ധർമ്മസ്ഥാപനം എന്ന് പറയുന്നത് എന്താണ്? അധകൃത വർഗോദ്ധാരണമാണ്, താഴേക്കിടയിലുള്ള ആളുകളുടെ ഉദ്ധാരണമാണ് അല്ലെ. അങ്ങനെ നടത്തിയ യോഗിയും അദ്വൈതിയുമാണ്. എന്താ അദ്വൈതി? ഒന്ന് എന്ന്, അതായത് മനുഷ്യനും ദൈവവും അല്ലെ രണ്ടല്ല, അത് ഒന്നാണ് അല്ലെ, ബ്രഹ്മനും ആത്മനും രണ്ടല്ല ഒന്നാണ് എന്ന് തെളിയിച്ച ഒരു യോഗിയാണ് ആര്? ശ്രീനാരായണ ഗുരു. മതങ്ങൾക്ക് അതീതമായി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മതത്തിനും കീഴിലല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. ഹിന്ദുവോ മുസൽമാനോ ഒന്നുമല്ല. അദ്ദേഹം വെള്ള വസ്ത്രവും ഇട്ട് അല്ലെ സമൂഹത്തിൽ എന്താണ് പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം പറയുന്ന ഒരു എന്താണ് സംഭാഷണം അല്ലെങ്കിൽ ഒരു ആശയമുണ്ട് അല്ലെ. മറ്റ് ജീവജാലങ്ങൾക്ക് ഇപ്പൊ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ എന്താണ് അവർക്ക് അവരുടെ ജാതി അറിയാം അല്ലെ. ജാതി മനസ്സിലാകാത്തത് മനുഷ്യന് മാത്രമാണ് അല്ലെ. മനുഷ്യൻ മനുഷ്യജാതിയാണെന്ന് മനസ്സിലാക്കാത്തത് മനുഷ്യന് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് മതങ്ങൾക്ക് അതീതമായ വ്യക്തിത്വമായിരുന്നു ഗുരുവിൻ്റെത്. മനുഷ്യന്റെ സമഗ്ര വികസനമായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരു പാഠഭാഗത്തുനിന്ന് ചോദ്യം വന്നാൽ ഇതൊക്കെ ആയിരിക്കണം എൻ്റെ മക്കളെ എഴുതേണ്ടത്. ക്ലിയർ ആവുന്നില്ലേടാ? മലയാള ദേശത്തെ ജാതി കോമരങ്ങളിൽ നിന്നും മുക്തമാക്കാൻ ഗുരു ശ്രമിച്ചു. മനുഷ്യജാതി എന്ന വിശാലമായ ആശയത്തെ ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ചു. അന്ധവിശ്വാസങ്ങളെയും മൂഢാചാരങ്ങളെയും എതിർത്തു. പണ്ടൊക്കെ എന്താണ് ശൈശവ വിവാഹമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്താണ് അദ്ദേഹം എതിർത്തു. അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഓരോ ആളുകൾക്ക് ഇടയിലേക്കും ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു. ഒരു സന്യാസിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് എത്രത്തോളം മഹത്തായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് തെളിയിക്കുന്നത് അദ്ദേഹത്തിന്റെ കർമ്മ പ്രവർത്തനങ്ങൾ തന്നെയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതാണ് നമുക്ക് എന്ത് ഈ ഒരു പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠാടാ. നമ്മൾ അത് വലിയ എന്താണ് അയ്യോ ഇതിൽ ഒരുപാട് ആശയമുണ്ട്, വലിയ ഘോരഘോരമായിട്ടുള്ള വാക്കുകളാണ് പ്രയോഗിച്ചത്, അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആശയം. ഇനി അതുപോലെ തന്നെ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുന്ന സമയത്ത് ഇതിലെ ഡീപ്പായിട്ടുള്ള ഡെപ്ത് എന്താന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും. അധസ്ഥിത സമൂഹത്തിന് വേണ്ടത് എന്തൊക്കെയായിരുന്നടാ? ഒന്ന് വിദ്യാഭ്യാസം വേണം, വ്യവസായം വേണം, സംഘടന വേണം, ജീവിത ശുദ്ധി വേണം അല്ലെ. അവരെ അത്രത്തോളം എന്താണ് സമൂഹത്തിൽ അടിച്ചമർത്തിയിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടത് എന്തൊക്കെയായിരുന്നു? ഇതൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ അവിടെ പറയണം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള സന്ദേശ വാക്യങ്ങളും എന്താണ് നമ്മൾ ഓർത്തി വെക്കണം അല്ലെ. ഈ ഒരു പാഠഭാഗത്തും ചോദ്യമൊക്കെ വരുന്ന നേരം നമ്മൾ എന്ത് ചെയ്യണം? കൊട്ടേഷൻ ഇട്ടിട്ട് ഈ വാക്യങ്ങളും നമ്മൾ എഴുതണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അതുപോലെ തന്നെ മതം ഏതായാലും കൊള്ളാം, എന്താണ് ആര് നന്നാവണം? മനുഷ്യൻ നന്നായാൽ മതി. പിന്നെ അതുപോലെ തന്നെ ജ്ഞാനസിദ്ധനും അതേസമയം കർമ്മസിദ്ധനുമായിരുന്നു ആര്? നമ്മുടെ ആരടാ? ശ്രീനാരായണ ഗുരു. കാരണം അറിവും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ അറിവ് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. വെറുതെ പറഞ്ഞു നടക്കുകയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നല്ല, അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു അല്ലെ. അറിവിന്റെ വെളിച്ചം കൊണ്ട് വഴി നയിച്ചവനാണ്, ജനങ്ങളെ പുതിയ വഴിയിലേക്ക് നയിച്ചവനാണ് ശ്രീനാരായണ ഗുരു അല്ലെ. ഗുരു നമുക്ക് നൽകിയ ജ്ഞാനസിദ്ധികൾ എന്തൊക്കെയായിരുന്നടാ അല്ലെ? മാനവ സമത്വം. കാരണം എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്താണ്? മനുഷ്യജാതി എന്നുള്ള ഒരു വലിയൊരു ആശയമാണ്. ആ ആശയം എന്ന് പറയുന്നത് എന്താണ്? സാർവലൗകികമാണ്, എല്ലാ ലോകത്തും വ്യാപിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നതല്ല, പല രാജ്യങ്ങളിലും എന്താണ് ഇത്തരം ജാതിപരമായിട്ടുള്ള അല്ലെ പട്ടിണി, ദാരിദ്ര്യം, ഇങ്ങനത്തെ വേർതിരിവുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് സാർവലൗകികമാണ്, എല്ലാ ലോകത്തും വ്യാപിക്കുന്നതാണ്. ഏതൊക്കെ കാലത്തോളം വേർതിരിവുകൾ നിലനിൽക്കുന്നോ ആ കാലത്തോളം വില പോകുന്നതാണ് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അദ്വൈത ചിന്തകൾ അല്ലെ, എല്ലാം ഒന്നാണ്, അല്ലാതെ മനുഷ്യനും ദൈവവും രണ്ടല്ല. മതങ്ങൾ ഒന്നിക്കുന്ന മഹാസമുദ്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെത്. കർമ്മസിദ്ധൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പ്രവർത്തനങ്ങളിലൂടെ വെളിച്ചമേകുന്നവനാണ്. പ്രവർത്തനങ്ങളിലൂടെ, വെറുതെ വാക്കിലൂടെയല്ല, പ്രവർത്തനങ്ങളിലൂടെ വെളിച്ചമേകുന്നവനാണ് ആര്? നമ്മുടെ കർമ്മസിദ്ധൻ എന്ന് പറയുന്നത് അല്ലെ. ആശ്രമവും തപസ്സും മാത്രമായി ജീവിച്ച ആളല്ല ഗുരു. ഗുരുവിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്താവുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. അതുപോലെ തന്നെ എന്താണ്? പുരോഗമന ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു അല്ലെ. നമുക്ക് വിദ്യാഭ്യാസം വേണം, വ്യവസായം വേണം അല്ലെ. ഇവിടുത്തെ ആളുകൾക്ക് പുരോഗമനം ഉണ്ടാകണമെങ്കിൽ വ്യവസായം വേണം, കാർഷിക മേഖല വികസിക്കണം. പിന്നെ അതുപോലെ തന്നെ ധൂർത്തിനെ ലാളിത്യമാക്കി അല്ലെ. എന്തിനാണ് ആർഭാടം? ആർഭാടം ലളിതമായി ജീവിച്ചുകൊണ്ട് അല്ലെ. നമ്മുടെ ആശയങ്ങൾക്കാണ് എന്തുണ്ടാവേണ്ടത്? സമ്പന്നത ഉണ്ടാകേണ്ടത്. വിദ്യ കൊണ്ട്
കൊണ്ടും വ്യവസായം കൊണ്ടും അഭിവൃദ്ധിപ്പെടാനുള്ള മാർഗദർശനം നൽകിയത് ശ്രീനാരായണ ഗുരു ആയിരുന്നു. മനസ്സിലായോ ഈ ഒരു പാഠത്തിൽ നിന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന്? അപ്പൊ ഇത്രയേ ഉള്ളൂടാ, നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ അടുത്തറിയുന്ന ഒരു പാഠമാണിത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ലൈവിൽ പറയുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ, കൂടുതൽ സംശയങ്ങളൊക്കെ എന്താണ് നമുക്ക് അവിടെ നിവാരണം ചെയ്യാം. അപ്പൊ ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലടാ, നമുക്ക് അടിച്ച് പൊളിച്ച് ഫുൾ മാർക്ക് നേടണം. നിങ്ങളുടെ കേരള പാഠാവലിയിൽ എങ്ങനെയാണോ മിസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മിസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും കൂടെ കൂടണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് കൂടെ ചെയ്യണടാ. അപ്പൊ നമുക്ക് ലൈവിൽ കാണാം. ബൈ.